കേസിന് ജനങ്ങളുടെ ഇടയിൽ അംഗീകാരമില്ല എന്ന് കാണിക്കുന്ന വലിയ ഉദാഹരണമല്ലേ? ശരി, ഒരു നിമിഷം. സന്തോഷ് കുമാർ മറുപടി. ഈ ബിജു ഇപ്പോൾ പറഞ്ഞ അതിനോട് 50 കൊല്ലമായി കണിച്ചുകുറങ്ങിയ ദേവസ്വത്തിന്റെ പ്രസിഡന്റാണ് അദ്ദേഹം. 50 കൊല്ലമായി ഇത്തരത്തിലുള്ള തെറ്റായ പ്രചാരണങ്ങളും നുണകളും പ്രചരിപ്പിക്കുന്ന ബിജു രമേശിനെ തുറുങ്കലിലടയ്ക്കാൻ എന്തെങ്കിലും വകുപ്പ് ഇപ്പം ഇതിനകത്തുണ്ടോ? കോഴ കൊടുത്തു എന്ന് പറയുന്നയാളും കുറ്റക്കാരനാണ്. ഇവിടെ കോഴ വാങ്ങിയെന്ന് പറയുന്നയാൾ രാജിവെച്ചു പോയി. കോഴ കൊടുത്തു എന്നയാളും കേസ് പ്രതിയാണെന്നാണ്. ഇപ്പൊ 50 വർഷം അല്ല, കോഴ കൊടുത്തെന്നാണല്ലോ ബിജു രമേശ് പറയുന്ന. കോഴ കൊടുത്തെങ്കിൽ സന്തോഷേ, താങ്കൾ പാലം മുനിസിപ്പൽ കോടതിയുടെ നിർദ്ദേശമനുസരിച്ച് പണഭരണ കേസിൽ താങ്കൾക്കെതിരെ എഫ്ഐആർ ഇട്ട് കേസ് ഗിരീഷ് നൽകിയ നിങ്ങളുടെ സ്വന്തം സഹോദരന്റെ സ്വത്തടിച്ച് മാറ്റിയ ഉൾപ്പെടെയുള്ള കേസിൽ നിങ്ങളുടെ ഡോക്ടറേറ്റ് പോലും വ്യാജമാണ്. വ്യാജ ഡോക്ടറേറ്റ് കൊണ്ട് വന്നിരിക്കും. നിങ്ങൾ ബികോം വരെ പഠിച്ച ആളാ. ബികോം വരെ പഠിച്ച ആൾക്ക് ഡോക്ടറേറ്റ് കിട്ടത്തില്ലടോ. ചങ്ങാതി കിട്ടത്തില്ല. ചങ്ങാതി, നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി ഡോക്ടറേറ്റ്? പോസ്റ്റ് ഗ്രാജുവേഷൻ ഡോക്ടറേറ്റിന്. ഇപ്പോൾ നിങ്ങൾ CPM-ന്റെ കൂലിപ്പണിക്കാരനാണ്. CPM-ന്റെ കൂലിക്കാരനാണ് നിങ്ങൾ. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ മിടുക്കനാണെങ്കിലേ ഞാനൊരു കാര്യം ചോദിക്കാം. മിസ്റ്റർ ആനന്ദന്റെ പാർട്ടിക്കാരൻ നടക്കുന്ന ആളാണല്ലോ. എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. നിങ്ങളെ ഇവിടുത്തെ കണക്കുകൾ SNDP ഗവൺമെന്റ് ആണ് പറയുന്നത്. ഇവിടുത്തെ മാതൃക മുനിസിപ്പാലിറ്റി 1999 മുതൽ സന്തോഷ് ക്രിമിനൽ കേസ്, സന്തോഷ് ജാമ്യം എടുത്ത ക്രിമിനൽ കേസിനായാലും ഗിരീഷ് കൊടുത്ത കേസിൽ ഇല്ലാത്ത കാര്യങ്ങൾ അന്വേഷണം നടക്കുന്നതിന് നിർത്തുവോ? സ്വന്തം നിങ്ങൾ എല്ലാ ദിവസവും വൈകുന്നേരം കേസിലാണോ പ്രതി? താങ്കൾ അങ്ങനെ ഉണ്ടെങ്കിൽ പുറത്ത് കാണിക്കുക. ഞാൻ ലണ്ടനിലെ ബക്സ്റ്റൺ യൂണിവേഴ്സിറ്റിയിലാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തത്. വ്യാജ ഡോക്ടറേറ്റ്. ഏത് ലണ്ടൻ? പോസ്റ്റ് ഭാര്യയെ കൊണ്ടുപോയി തുഷാറിനെ പണയം വെക്കുന്ന തന്നെ പോലുള്ളവരോട് സംസാരിക്കാൻ എനിക്ക് വിഷമമുണ്ട്. ദയവ് ചെയ്ത് പെൺവാണി ഫോൺ നടത്തുന്നവരെ കൊണ്ടുവന്ന് അവരുടെ മറുപടി എന്നെ പറയാൻ അനുവദിക്കരുത്. എന്റെ ചേട്ടനോട് എന്ത് പ്രശ്നമുണ്ടെന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതുപോലുള്ള പെൺവാണിഭ നടത്തുന്നവരെ വിളിച്ചു കൊണ്ടുവന്നിട്ട് സംസാരിക്കാൻ അനുവദിക്കരുത്. ഞാൻ UK ബക്സ്റ്റൺ സർവകലാശാലയിൽ നിന്നാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ കാര്യമില്ല. പക്ഷെ തന്റെ നിലവാരവും തറവാടും ഒക്കെ എനിക്കറിയാം. ഇതല്ലേ തുഷാർ വരുമ്പോ ഹോട്ടലിൽ കൊണ്ടുപോയി കൊടുക്കുന്നതൊക്കെ വളരെ മോശമാണ്. ഇങ്ങനെയുള്ള ആൾക്കാരെ ദയവ് ചെയ്ത് ചാനൽ ചർച്ചയ്ക്ക് വിളിക്കരുത്. ഇതൊക്കെ ഇതുപോലുള്ള പശുപതി ഇവരെ പോലുള്ളവർ ശരി, ഞാൻ ഇടപെടാം.